ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. ചിക്കനും നെയ്ച്ചോറും ആയാലോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ബട്ടർ ചിക്കൻ ആക്കാമെന്ന് സ്പെഷ്യലായിട്ട്. അപ്പം നെയ്ച്ചോറിനുള്ള നമുക്ക് കുറച്ച് നെയ്യ് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച ശേഷം പട്ട, കറാമ്പൂ, പിന്നെ ഏലക്ക ഇതൊക്കെ നല്ല രീതിയിൽ അതിലിട്ടിട്ട് മുരിച്ചെടുക്കുക. എന്നിട്ട് പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് അതിൽ നല്ല രീതിക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വലിയുള്ളി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ശകലം ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ പാത്രത്തിലാണ് അരി എടുത്തത്. അതിന് ഞാൻ 3 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരി നേരത്തെ കഴുകിയിട്ട് കുതിരാനെ വെച്ചിട്ടുണ്ടായിരുന്നു, അരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ട് അവിടെ ഇരിക്കും. നമുക്ക് അപ്പോഴേക്കും ചിക്കൻ മസാല തിരുമ്പി വയ്ക്കാം. കുറച്ച് ചിക്കൻ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഒരു ശകലം ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് തിരുമ്പി കൊടുക്കുക. കുറച്ച് മുളക് പൊടിയൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. എന്നിട്ട് കുറച്ച് തൈര്, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മസാല പിടിക്കാനായിട്ട് നമുക്ക് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി വാരി വെച്ച അരി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അത് അവിടെ ഇരിക്കും. കുറച്ച് തൈര് ഇതിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മസാല തിരുമ്പി വയ്ക്കാം. നമുക്കിത് ചിക്കൻ അവിടെ മസാലയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും ചിക്കൻ കറിക്കുള്ളത് വഴറ്റാനുള്ളത് നോക്കാം. കുറച്ച് ബട്ടർ ഇട്ടു, അതിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. റോസ്റ്റ് ചെയ്ത ശേഷം കുറച്ച് സവാള അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയ ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത ശേഷം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ മസാലപ്പൊടി അതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ എണ്ണയിൽ വഴറ്റി കൊടുത്തിട്ട് നല്ല റോസ്റ്റ് ആയ ശേഷം നമ്മൾ ചിക്കൻ മസാല തിരുമ്പി വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ്റെ കാലൊക്കെ അതിലിട്ട് നല്ലോണം പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ട് നമുക്കിനി കഴിക്കാനായിട്ട് പോകാം. കുറച്ച് ചോറ് പ്ലേറ്റിലോട്ട് ആഡ് ചെയ്യുക. ചിക്കൻ്റെ കാലും ആ കറിയും കൂടി ഇട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ അമർത്താൻ മറക്കല്ലേ.